വെൽക്കം ബാക്ക് ടു മുഅല്ലിമ ചാനൽ. ഇന്നത്തെ വീഡിയോ ഖുർആൻ ഖത്തം ഓതാൻ തുടങ്ങിയ സഹോദരിമാർക്ക് തീർച്ചയായും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഖുർആൻ ഖത്തം ഓതുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളും സുന്നത്തുകളും ഉണ്ട്. അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻഷാ അല്ലാഹ്. പരിശുദ്ധ റമളാൻ മാസം ഖുർആൻ അവതരണ വാർഷികമാണ്. അതുകൊണ്ട് പരിശുദ്ധ റമളാനിൽ ഖുർആൻ പാരായണം ഏറെ പുണ്യമുള്ളതാണ്. എല്ലാവരും ഈ മാസത്തിൽ ഖുർആൻ ഖത്തം ഓതാൻ മറക്കല്ലേട്ടോ. ഖത്തം തുടങ്ങിയ എല്ലാവർക്കും ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. നമ്മൾ ഖുർആൻ ഖത്തം ഓതുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ പുണ്യമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിയ്യത്താണ്. ഖുർആൻ ഖത്തം ഓതുന്നു എന്ന് നിയ്യത്ത് വെക്കുക. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് നാം ഏത് ആയത്തിലാണ് നിർത്തിയത് ആ ആയത്തിൽ നിന്ന് തന്നെ പിറ്റേ ദിവസം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ തുടങ്ങണം. അങ്ങനെ ഖത്തം കഴിയാനാകുമ്പോൾ സൂറത്ത് ഇഖ്ലാസിലെത്തുമ്പോൾ സൂറത്ത് ഇഖ്ലാസിനെ 4 തവണ ഓതൽ സുന്നത്താണ്. ഒരു തവണ ഓതുന്ന ഇഖ്ലാസ് ഖുർആൻ അർത്ഥം ഓതുന്ന ഭാഗമാണ്. ബാക്കി 3 തവണ ഓതുന്നത് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഓതുന്നത്. ഖത്തം പൂർത്തിയാക്കാൻ വേണ്ടി നാം തിരഞ്ഞെടുക്കേണ്ട സമയം രാത്രിയുടെ തുടക്കത്തിലോ അല്ലെങ്കിൽ സുബഹിയുടെ തുടക്കത്തിലോ ആയിരിക്കണം. അതായത് സുബഹിയുടെ സമയം അല്ലെങ്കിൽ മഗ്‌രിബിൻ്റെ സമയം. ഈ സമയം നമ്മൾ ഖത്തം തീർക്കാനിൽ പകൽ ഖത്തം തീർക്കുന്ന ആൾക്കാർക്ക് രാത്രി വരെയും രാത്രി ഖത്തം തീർക്കുന്ന ആൾക്കാർക്ക് പകൽ വരെയും മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ആ വ്യക്തിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിച്ചു കൊണ്ടിരിക്കും. ഖത്തം തീർത്ത് കഴിഞ്ഞിട്ട് പ്രത്യേകമായി ദുആ ചെയ്യൽ സുന്നത്താണ്. മലക്കുകൾ നമ്മുടെ ദുആക്ക് ആമീൻ പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. ഖത്തം ഓതി തീർത്തവൻ്റെ ദുആക്ക് പ്രത്യേകമായി ഉത്തരം ലഭിക്കും. ഖത്തം ഓതി തീരുന്ന ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് സുന്നത്താണ്. ഖത്തം ഓതി തീർക്കുന്ന അന്ന് നോമ്പ് എടുക്കൽ സുന്നത്താണ്. ഇപ്പോൾ റമളാൻ മാസം ആയതുകൊണ്ട് എല്ലാവർക്കും നോമ്പ് ഉണ്ടാവും. അല്ലാത്ത മാസങ്ങളിൽ നമ്മൾ ഖുർആൻ ഖത്തം തീർക്കുന്ന ദിവസം നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. ഖത്തം തീർന്നു കഴിഞ്ഞാൽ പുതിയ ഖത്തം തുടങ്ങൽ സുന്നത്താണ്. അതായത് നാസ് സൂറത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നിയ്യത്താക്കി ഫാത്തിഹ ഓതുക. പിന്നെ ബഖറ സൂറത്തിൽ കുറച്ച് ആയത്ത് ഓതിയിട്ട് വേണം നമ്മൾ ദുആ ചെയ്യാൻ. കാരണം ഓരോ ഖത്തം ഓതി കഴിയുമ്പോഴും ശൈത്താൻ നമ്മെ നോക്കി ചിരിക്കും. അതുകൊണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഖത്തം കഴിയുമ്പോൾ അടുത്ത ഖത്തം തുടങ്ങി വെക്കൽ സുന്നത്താണ്. ഖത്തം തീർന്നു കഴിഞ്ഞുള്ള ദുആക്ക് മലക്കുകൾ ആമീൻ പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇരുലോക വിജയത്തിനായി പ്രത്യേകം നിങ്ങൾ ദുആ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഖത്തം ഓതി തീരുന്ന ദിവസം നിങ്ങൾ ഭക്ഷണം കൊണ്ട് മറ്റുള്ളവരെ സൽക്കരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സുന്നത്തിൻ്റെ കൂലി ലഭിക്കുന്നതാണ്. നമ്മൾ ഖത്തം ഓതുമ്പോൾ തെറ്റില്ലാതെ തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതുമ്പോൾ ആസ്വദിച്ചോതുക. ഖത്തം തുടങ്ങി വെച്ചാൽ 40 ദിവസത്തിനുള്ളിൽ തീർക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമ്മൾ ഖത്തം ഓതുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ പുണ്യമാണ് ലഭിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. എങ്കിലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.